താങ്കൾ അവിടെ പോയി നിൽക്കാം. ഈ ബോർഡിൽ ടോട്ടൽ 6 കോളങ്ങളാണുള്ളത്. മുകളിൽ 3 കോളങ്ങൾ, അതോടൊപ്പം താഴെ 3 കോളങ്ങൾ. മുകളിലുള്ള 3 കോളങ്ങൾ മറച്ചിരിക്കുകയാണ്. കോളം നമ്പർ 1, കോളം നമ്പർ 2 ആൻഡ് കോളം നമ്പർ 3. അതേപോലെ താഴെയുള്ള 3 കോളങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാം. 1, 2 and 3. ഇതുവരേക്കും ക്ലിയർ? ഇനി ഒന്നാമത്തെ കോളം, താഴെയുള്ള ഒന്നാമത്തെ കോളം താങ്കളുടേതാണ്. ഈ കോളം ഓക്കെ. താഴെയുള്ള രണ്ടാമത്തെ മിഡിൽ കോളം താങ്കളുടേതാണ്. ഫൈനലി താഴെയുള്ള മൂന്നാമത്തെ കോളം താങ്കളുടേതാണ്. ഇതുവരെയും കറക്റ്റ്. ഇനി ചോദ്യം ഇതാണ്, ഒന്നാമത്തെ കോളം ആരുടേതാണ്? താങ്കൾക്ക് ഇങ്ങോട്ട് വരാം. ഇതാണ് താങ്കളുടെ പോയിന്റ്. എന്നെ ഫേസ് ചെയ്ത് നിൽക്കാം, ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കാം. ഞാൻ താങ്കൾക്ക് ഒരു ടാസ്ക് തരികയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളം സിനിമയുടെ പേര് ഒന്ന് മനസ്സിൽ വിചാരിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളം സിനിമയുടെ പേര് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. കിട്ടിയോ? രണ്ട് കാലുകൾ ചേർത്ത് വയ്ക്കാം. അപ്പൊ രണ്ട് കൈയും ഒന്ന് ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ സൈഡിലേക്ക് ചേർത്ത് വയ്ക്കാം. ഇനി കുറച്ച് സമയത്തേക്ക് മോളുടെ മനസ്സിൽ വിചാരിച്ച ഇഷ്ടപ്പെട്ട സിനിമയുടെ പേര് മാത്രമേ പാടുള്ളൂ. മറ്റൊന്നും ചിന്തിക്കരുത് കുറച്ച് സമയത്തേക്ക്. ഓക്കെ, മറ്റൊന്നും ചിന്തിക്കരുത്. ഇനി ചെയ്യേണ്ടത് ആ സിനിമയുടെ പേരിന്റെ ഓരോരോ അക്ഷരങ്ങളായി എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇമേജ് ചെയ്യണം. 1 by 1 ആയി എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എന്റെ തലച്ചോറിലേക്ക് ഓരോരോ അക്ഷരങ്ങളായി അയക്കുന്നതായിട്ട് ഇങ്ങനെ ഭാവനയിൽ കാണുക. ഈ സമയം മുഴുവനും നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രമായിരിക്കണം. നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രം. താങ്കൾ മനസ്സിൽ വിചാരിച്ച സിനിമയുടെ പേര് എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തതനുസരിച്ചുള്ള ഞാൻ ഒന്നാമത്തെ മുകളിലത്തെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. താഴെ കാണുന്ന ഒന്നാമത്തെ കോളം താങ്കളുടേതാണ്. മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതാം ഏത് സിനിമയുടെ പേരാണ് മനസ്സിൽ വിചാരിച്ചത്. താങ്കൾ കൂടെ നിൽക്കാം. ഒരു വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ആള് എങ്ങോട്ട് വരാം. താങ്കളുടെ ചോദ്യം ഇതാണ്, വെജാണോ നോൺ വെജാണോ താങ്കൾ കൂടുതൽ കഴിക്കുന്നത്? നോൺ വെജ് കഴിക്കും. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡിന്റെ പേര്, എന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റംസിന്റെ പേര് ഒന്ന് മനസ്സിലേക്ക് വിചാരിച്ചോ. രണ്ട് കാലം ചേർത്ത് വയ്ക്കാം. ഒപ്പം രണ്ട് കൈ ചേർത്ത് വയ്ക്കാം. കുറച്ച് സമയത്തേക്ക് താങ്കൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. ചിന്തിക്കാനെ പറഞ്ഞു അങ്ങ് വെള്ളം ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടാണോ വന്നത്? പിന്നെന്താ കൂടി കാല് ചേർത്ത് വെച്ചു, രണ്ട് കൈ ചേർത്ത് വെച്ചു. കുറച്ച് സമയത്തേക്ക് താങ്കൾ ഏറ്റവും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ശേഷം ഫുഡിന്റെ പേരിന്റെ ഓരോരോ അക്ഷരങ്ങളായി 1 by 1 ആയി എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്ന ജസ്റ്റ് ഇമേജിൽ ചെന്ന് ഭാവനയിൽ കാണുക. എന്റെ തലച്ചോറിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ആ പേരിന്റെ ഓരോരോ അക്ഷരം. ഈ സമയം മുഴുവൻ നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രമായിരിക്കണം. നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രം. താങ്കൾ മനസ്സിൽ വിചാരിച്ച ഫുഡിന്റെ പേര് എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തതിനനുസരിച്ചിട്ട് ഞാൻ രണ്ടാമത്തെ മുകളിലത്തെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. താഴെ കാണുന്ന രണ്ടാമത്തെ കോളം താങ്കളുടെ തന്നെ മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതാം. എന്ത് ഫുഡിന്റെ പേരാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? ബീഫ് ആൻഡ് പൊറോട്ട. താങ്കൾ കൂടെ നിൽക്കാം. അടുത്തതായി മൂന്നാമത്തെ ചോയ്സ് താങ്കളുടേതാണ്. പ്രിയമുള്ളവരെ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിലെ 14 ജില്ലകളും ഒപ്പം ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും പിന്നെ കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ എഴുതി അടങ്ങിയിട്ടുള്ള ടോക്കണുകളുള്ള ബാഗാണ്. താങ്കൾക്ക് ഇതിൽ നിന്നും കണ്ണട സാധ്യം കൈയിടാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ടോക്കൺ പുറത്തേക്ക് എടുക്കാം. ഒരു ടോക്കൺ മാത്രം ഒന്ന് പുറത്തേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വായിക്കാം. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിക്കാം. ഫിൻലാൻഡ്. താങ്കൾക്ക് മുന്നോട്ട് വരാം.
ഇതിൽ നിന്ന് കണ്ണടച്ച് കഴിയാം. ഒരു ടോക്കൺ മാത്രം പുറത്തേക്ക് എടുക്കാം. ഒന്ന് ഓപ്പൺ ചെയ്ത് വായിക്കാൻ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അങ്കോള. ഫോൺ ചെയ്യും. മടക്കുക. ബാംഗ്ലൂരിലേക്ക് തിരികെയിടാം. താങ്കൾക്ക് മുന്നിലേക്ക് തിരികെയിടാം. ഓക്കെ. പ്രിയമുള്ളവരെ, ബാംഗ്ലൂരിലെ പേരുകളെല്ലാം വളരെ വ്യത്യസ്തമാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് രണ്ടുപേരിൽ നിന്നും ഓരോ ടോക്കണുകൾ സെലക്ട് ചെയ്യിച്ചത്. ആക്ച്വൽ ടോക്കൺ എടുക്കുന്ന വ്യക്തി താങ്കൾ തന്നെയാണ്. താങ്കൾക്ക് മുന്നോട്ട് വരാം. സെയിം പ്രൊസീജിയർ ആണ്. കണ്ണടച്ച് ബാംഗ്ലൂരിലേക്ക് കൈയിടുക. ഇഷ്ടപ്പെട്ട ഒരു ടോക്കൺ മാത്രം പുറത്തേക്ക്, ഒന്ന് മാത്രം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിലേക്ക് ഇടാം. ഇപ്പോൾ നോക്കണ്ട, ഇപ്പോൾ നിവർത്തണ്ട. ഞാൻ അവിടെ മാറി നിൽക്കാം. താങ്കൾക്ക് ഇനി ആ ടോക്കൺ നിവർത്താം. നിവർത്തിയതിനു ശേഷം അതിൽ എന്ത് പേരാണോ ഉള്ളത് അത് മനസ്സിനുള്ളിൽ ഒന്ന് വായിക്കുക. മനസ്സിനുള്ളിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഫോൾഡ് ചെയ്യാൻ കൈ താഴ്ത്തി കൊണ്ടുവരിക. പേര് മനസ്സിലുണ്ടോ? വായിച്ച പേര് ഇങ്ങോട്ട് വരാം. ഇതാണ് താങ്കളുടെ പോയിന്റ്. ഇപ്പോൾ താങ്കളുടെ മനസ്സിൽ സെലക്ട് ചെയ്ത ഒരു പേരുണ്ട്. അത് ജില്ലയാണോ, സംസ്ഥാനമാണോ, രാജ്യമാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് മാത്രം അറിയാവുന്ന കാര്യം. രണ്ട് കാലം ചേർത്ത് വയ്ക്കാം, രണ്ട് കൈയും ചേർത്ത് വയ്ക്കാം. പ്രൊസീജിയർ സെയിം ആണ്. രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. പ്രൊസീജിയർ സെയിം ആണ്. കുറച്ച് സമയത്തേക്ക് താങ്കൾ മനസ്സിൽ സെലക്ട് ചെയ്ത ആ പേരിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ശേഷം പേരിന്റെ ഓരോരോ അക്ഷരങ്ങളായി 1 by 1 ആയി എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്ന ജസ്റ്റ് ഇമേജ് ചെയ്യണം. ഭാവനയിൽ കാണുക. പേരിന്റെ ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ തലച്ചോറിലേക്ക് അയച്ചുകൊണ്ടിരിക്കണം. ഈ സമയം മുഴുവൻ നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രം മാറ്റിക്കണം. നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രം. താങ്കൾ മനസ്സിൽ വിചാരിച്ച പേര് സെലക്ട് ചെയ്ത് പേര് ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തതനുസരിച്ചുള്ള ഞാൻ മുകളിലത്തെ 3ാമത്തെ കോളം എഴുതിയിട്ട് താഴെ കാണുന്ന 3ാമത്തെ കോളം താങ്കളുടേതാണ്. മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതാം എന്ത് പേരാണ് താങ്കൾ സെലക്ട് ചെയ്തത്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യമാണ് താങ്കൾ സെലക്ട്. താങ്കൾക്ക് ഇങ്ങോട്ട് നിൽക്കാം. പ്രിയമുള്ളവരെ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറില്ല. നിങ്ങൾ എല്ലാവരും കാണട്ടെ. പ്രിയമുള്ളവർ, അടുത്ത നടക്കാൻ പോകുന്നത് ഫലപ്രഖ്യാപനമാണ്. ഇത് ഒരു മെന്റലിസം എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് തന്നെ 100% വിജയ സാധ്യത ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ എക്സ്പെരിമെന്റ് പരാജയപ്പെടാൻ നിസ്സാരമായ ഒരു കാര്യം മാത്രം മതി. അതായത് ഇവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇവരുടെ മുഖത്ത് നോക്കി ഞാൻ വായിച്ചെഴുതുകയും കൃത്യമായി അവിടെ ഞാൻ എഴുതുകയും ചെയ്യും. അതിനുശേഷം ഇവർ പോയി അവിടെ എഴുതുന്ന സമയം മനഃപൂർവ്വം പേരൊന്നും മാറ്റി എഴുതിയാൽ ഈ എക്സ്പെരിമെന്റ് പരാജയപ്പെടും. എന്ന് വെച്ചാൽ ഇതിൽ 3-ൽ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 3-ൽ 2 ശരിയാണ്, ഏതോ ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് നിങ്ങളിൽ ആരോ ഒരാൾ മനഃപൂർവ്വം താഴെ എഴുതിയ പേര് മാറ്റി എഴുതി എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ അവർ കൈയടിക്കത്തില്ല. അങ്ങനെ ആരാണ് ചെയ്തത്? അതാണ് ചോദ്യം. താങ്കൾ സെലക്ട് ചെയ്ത അതേ പേര് തന്നെയാണ് അവിടെ എഴുതിയത്. താങ്കൾ മനസ്സിൽ വിചാരിച്ച അതേ കാര്യമാണോ എഴുതിയത്? അതേ കാര്യത്തിനാണ് അവിടെ എഴുതിയത്. താങ്കൾ മനസ്സിൽ വിചാരിച്ച അതേ കാര്യമാണ് എഴുതിയത്. ഓക്കെ, 3 പേര് അത് തന്നെയാണ് പറയുന്നത്. നോക്കാം എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന്. ആദ്യം താങ്കൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. ആരായിരുന്നു സിനിമയുടെ പേര്? 1 വർഷങ്ങൾക്ക് ശേഷം അല്ലേ? ഞാൻ എന്തായിരുന്നു അതിന് മുന്നേ താങ്കളുടെ മുഖത്ത് നോക്കി വായിച്ചു എഴുതിയെന്ന് അറിയട്ടെ. രണ്ടാമത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ബീഫ് ആൻഡ് പൊറോട്ട ആണോ? മനസ്സ് അങ്ങോട്ട് ആദ്യം ഒന്ന് മാറി പിന്നെ ഒന്ന് ഫിക്സ് ചെയ്തു. നോക്കാം എന്താണ് ഞാൻ താങ്കളുടെ മുഖത്ത് നോക്കി വായിച്ചു എഴുതിയെന്ന് അറിയട്ടെ. ഒന്നിൽ പഠിച്ചാൽ 3 നമ്മൾ കറക്റ്റ് ആണോ? ഈ പേര് തന്നെയാണോ മനസ്സിൽ വിചാരിച്ചതാണോ? അത് തന്നെയാണോ എനിക്ക് എന്റെ മനസ്സിലേക്ക് തന്നത്? നോക്കാം എന്താണ് ഞാൻ താങ്കളുടെ മുഖത്ത് നോക്കി വായിച്ചു എഴുതിയെന്ന് അറിയാം. മാനസികമായിട്ടുള്ള സഹകരണം വിജയിക്കുന്നതിന് കാരണമാണെന്ന് എനിക്ക് അന്ന് സഹിച്ചില്ല. വളരെയധികം